പിന്നെ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഈ പരിപാടി കേൾക്കുന്ന ആളുകൾ, പുതുതലമുറ ആളുകൾക്ക് അത് അറിയില്ലായിരിക്കും എന്താ ഈ ഗ്രഹാം സ്റ്റെയിൻസ്. 99-ലുണ്ടായ സംഭവമാണ്. ഇപ്പോൾ 25 വർഷമായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 20 നമ്മുടെ ചെറുപ്പക്കാർക്ക് അറിയാൻ വഴിയില്ലാത്തൊരു സംഭവമാണ്. ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയക്കാരനാണ്. അദ്ദേഹം അമൃത പറഞ്ഞ പോലെ 2 കുഞ്ഞുങ്ങൾ, ഫിലിപ്പ് തിമോത്തി എന്ന് പറയുന്ന അവരുടെ ജീപ്പിൽ കിടന്നുറങ്ങുകയാണ്. ജീപ്പിൽ കിടന്നുറങ്ങുന്ന ആ അച്ഛനെയും 2 മക്കളെയും ജീവനോടെ ചുട്ടുകൊന്ന കേസാണ്. അതിലെ പ്രതിയാണ് ഈ പറഞ്ഞ ഹെംബ്ര എന്ന് പറയുന്ന കക്ഷി. അത് 25 വർഷമായി അമൃത. പക്ഷേ 2002 ബിൽക്കീസ് ബാനു കേസ് ഓർമ്മയാണ്. ബിൽക്കീസ് ബാനു കേസ് ഇതിനേക്കാൾ ഭീകരമാണ്. ആ സ്ത്രീ അവരെ കലാപം പേടിച്ച് ഗ്രാമത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന അവരുടെ കുടുംബക്കാരടങ്ങുന്ന സംഘത്തെ തടഞ്ഞു നിർത്തുന്നു. അതിൽ 5-8 ആളുകളെ കൊല്ലുന്നു. ഈ ബിൽക്കീസ് ബാനു ഗർഭിണിയാണ്, കൂടെ ചെറിയ കുഞ്ഞുണ്ട്, 4 വയസ്സോ മറ്റായ കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ ഈ അമ്മയുടെ മുമ്പിൽ വെച്ച് കാലിന് പിടിച്ച് തല പാറക്കല്ലിലടിച്ച് കൊല്ലുകയാണ്. നമ്മൾ തുണി അലക്കില്ലേ, തുണി അലക്കാൻ വേണ്ടിയിട്ട് ഈ കല്ലിലടിക്കുന്നത് പോലെ ഈ ഗർഭിണിയായ ബിൽക്കീസ് ബാനുവിൻ്റെ മുമ്പിൽ വെച്ച് അവരുടെ കുഞ്ഞിനെ കാലിന് പിടിച്ച് തല പാറക്കല്ലിലടിച്ച് കൊല്ലുന്നു. ശേഷം അവരെ ബലാത്സംഗം ചെയ്യുന്നു. അവർ ബോധരഹിതയാവുന്നു. കൊല്ലപ്പെട്ടു എന്ന ധാരണയിൽ ഈ അക്രമിക്കൂട്ടം പിരിഞ്ഞു പോകുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞ് ഈ സ്ത്രീ ബോധം തെളിയുന്നു, വിവസ്ത്രയായി കിടക്കുന്നത് കാണുന്നു. അടുത്ത നാളെ വീട്ടിൽ പോയിട്ട് ഒരു മാക്സി വാങ്ങി ഇടുന്നു, അവിടുന്ന് രക്ഷപ്പെടുന്നു. സാമാന്യഗതിയിൽ ആരും ഏത് മനുഷ്യനും തകർന്നു പോകുന്നതാണ്. പക്ഷേ ഈ സ്ത്രീ നിയമ പോരാട്ടം, ഒരു പക്ഷേ ഇന്ത്യയുടെ മനുഷ്യാവകാശ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള നിയമ പോരാട്ടം ഒറ്റയ്ക്ക് ഗുജറാത്തിൽ ഇരുന്ന് നടത്തി ഈ പ്രതികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുത്തു. സുപ്രീം കോടതി ഇടപെട്ടു. ഈ പ്രതികളുടെ വിചാരണ ഗുജറാത്തിൽ നടത്താൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. വിചാരണ നടത്താൻ പാടില്ല എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് അവിടുത്തെ നീതിന്യായ സംവിധാനങ്ങളെപ്പോലും സുപ്രീം കോടതി ഒരു അവിശ്വസിക്കുന്ന തരത്തിലെത്തുന്നു. മഹാരാഷ്ട്രയിലേക്ക് വിചാരണ മാറ്റുന്നു. അങ്ങനെ ഇവന്മാർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുന്നു. 2022 അവിടുത്തെ സർക്കാർ എന്താ തീരുമാനിക്കുന്നത്? ആസാദ് കാ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവരെ പുറത്ത് വിടുകയാണ്. അപ്പോൾ അത് ശുപാർശ ചെയ്ത കമ്മിറ്റിയിലെ ഒരു BJP MLA എഴുതിയ അതേക്കുറിച്ച് പറഞ്ഞാൽ എന്താ അറിയോ? അവർ നല്ല സംസ്കാരമുള്ള ബ്രാഹ്മണരാണെന്നുള്ളതാണ്. നല്ല സംസ്കാരമുള്ള ബ്രാഹ്മണരാണെന്നുള്ളത്. അവർ പുറത്തു വരുന്നത് മാത്രമല്ല, അവർ പുറത്തു വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുന്നു. സംഘപ്രവർത്തകർ മാലയിട്ട് സ്വീകരിക്കുന്നു. ആ നഗരത്തിൽ ലഡു വിതരണം ചെയ്യുന്നു. ദീൻ ദയാൽ ഉപാധ്യായ ഹാളിൽ, അവരുടെ വലിയ മാർഗദർശിയായിട്ടുള്ള ചിന്തകൻ്റെ പേരിലുള്ള ഹാളിൽ ഈ കശ്മല കൂട്ടത്തിന് സ്വീകരണം കൊടുക്കുന്നു. അങ്ങനെ നടന്ന ഒരു രാജ്യമാണിത്. അപ്പോൾ ഇതൊക്കെ കീഴ്വഴക്കങ്ങളുള്ള ഒരു സംഭവമാണ്. പക്ഷെ അതിൽ വീണ്ടും രാജ്യത്തെ ബുദ്ധിജീവികളും ആക്ടിവിസ്റ്റുകളും ആളുകൾ സുപ്രീം കോടതിക്ക് കത്തയക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. സുപ്രീം കോടതിക്ക് കത്തയക്കുന്നു. ആ കത്തിനെ തുടർന്ന് സുപ്രീം കോടതി അതിൽ ഇടപെടുന്നു. ഈ റമിഷൻ ഇവർക്ക് കൊടുത്തുള്ള ഇളവ് റദ്ദാക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതേമാതിരി അവിടുത്തെ സെൻറ്റൻസ് റിവ്യൂ ബോർഡ് എന്ന് പറയുന്ന ഒഡീഷ സ്റ്റേറ്റ് സെൻറ്റൻസ് റിവ്യൂ ബോർഡ് ശിക്ഷാ കാലാവധി പരിശോധിക്കുന്ന സർക്കാർ സംവിധാനമാണ്. അത് എല്ലാ സംസ്ഥാനങ്ങളിലുള്ളതാണ്. അവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈ കക്ഷിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്, നല്ല പെരുമാറ്റമാണ് കക്ഷിക്കുള്ളതെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ആൾ പുറത്തു വരുന്നു. ഒരാൾ കൂടി കിടക്കാനുണ്ട്, അവിടെയുണ്ട്, ധാരാസിംഗ്, ഇതിലെ പ്രതിയായിട്ടുള്ള അയാൾ ജയിലിലുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം 99 ഈ സംഭവം നടക്കുമ്പോൾ ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ഈ കൊലപാതകം നടത്തുന്നത്. അന്ന് സംസ്ഥാന ബജ്രംഗ് ദളിനെ നയിച്ച കക്ഷിയുണ്ട്, പ്രതാപ് സിംഗ് സാരംഗി. കഴിഞ്ഞ മോഡി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. മോഡി മന്ത്രിസഭയിലെ ഡയറി കാര്യ മന്ത്രിയായിരുന്നു അദ്ദേഹം. ഗ്രാമവികസനവും ഡയറിയൊക്കെ കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു. സാങ്കേതികമായി മാത്രമേ ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആളാണ്. ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ പ്രചോദകൻ ഈ സാരംഗിയാണെന്നാണ് അന്ന് വ്യാപകമായ വിമർശനം ഉണ്ടായിരുന്നത്. അപ്പോൾ സാരംഗി എങ്ങനെയാണ് പ്രസിദ്ധനായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രഹാം സ്റ്റെയിൻ്റെ പേരിൽ പ്രസിദ്ധനായ ആളാണ്. ആ മനുഷ്യനെ കേന്ദ്ര മന്ത്രിസഭയിൽ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ വന്നപ്പോൾ ഈ സംഘ ഹാൻഡിലുകളിൽ വന്ന സംഭവം എന്താ ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പടം. അദ്ദേഹം സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ആളാണ്, കുഞ്ഞു വീട്ടിൽ താമസിക്കുന്ന ആളാണ്, വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന ആളാണ്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് ഇഷ്ടംപോലെ ലിറ്ററേച്ചർ സാഹിത്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്
ഞാനതിൽ ഒന്നും പറയുന്നില്ല. ഈ ബിൽക്കീസ് ബാനുവിനോട് ഈ ക്രൂരത ചെയ്ത മനുഷ്യരെ അവർ നല്ല സംസ്കാരമുള്ള ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് പുറത്തിറക്കാനും അവർക്ക് മാലയിടാനും ആ നഗരത്തിൽ ലഡു വിതരണം ചെയ്യാനും സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യരെ മാറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അവരാണ് ഒറീസ ഭരിക്കുന്നത്. ഇതിൽ ആ നിലയ്ക്ക് നമ്മൾ അത്ഭുതപ്പെടേണ്ടില്ല. പക്ഷേ നമ്മൾ പുതുതലമുറയോട് പറഞ്ഞു കൊടുത്തിരിക്കണം ആരായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ്. പ്രത്യേകിച്ച് ഗ്രഹാം സ്റ്റെയിൻസ് ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നു. ക്രിസ്ത്യൻ മതവിശ്വാസം പ്രചരിപ്പിച്ചു എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ഒറീസയിൽ. ഇതേ ഒറീസയിൽ കഴിഞ്ഞ ആഴ്ചൻ്റെ ഒരു സംഭവം എന്താ പറഞ്ഞു തരട്ടെ. ഈ വഖഫ് ബില്ല് വന്നപ്പോൾ വഖഫ് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അതിഭീകരമായ ക്യാമ്പയിനിങ് ലോബിങ് നടത്തിയ ആര്? KCBCയും CBCIയും, കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ഒറീസയിൽ BJD ഈ ബില്ലിനെതിരെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഒരു ക്രിസ്ത്യൻ സമുദായ അംഗമായിട്ടുള്ള BJDയുടെ ഒരു അംഗത്തെ സമ്മർദ്ദത്തിൽപ്പെടുത്തി പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ഈ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് ഒറീസയിലെ ഒരു ക്രിസ്ത്യൻ MP, BJDയുടെ ഒരു ക്രിസ്ത്യൻ MP. എന്താ കാരണം അറിയോ? ഈ സഭ നടത്തിയിട്ടുള്ള ആദ്യം ഈ പ്രഷറിന് അദ്ദേഹത്തിന് വിസ്റ്റാൻ ചെയ്യാൻ പറ്റിയില്ല. പ്രഷറിന് വിധേയമായിട്ട് പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി ഇതിന് അനുകൂലമായി വോട്ട് ചെയ്തു. അത് പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ട്. എവിടെ? ഇതേ ഒറീസയിൽ. ആര്? ഈ ക്രിസ്ത്യൻ സഭ. അപ്പോൾ ഞാൻ പറയുന്നത് പുതിയ തലമുറയല്ല, ഇന്ന് സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകളെങ്കിലും ആരായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ് എന്നും ആരാണ് ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ 2 കുഞ്ഞുങ്ങളെയും കൊന്നതെന്നും ആ കൊലയാളിയെ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന കൊലയാളിക്ക് സ്വീകരണം ഏർപ്പെടുത്തുകയും ചെയ്ത് ആരായിരുന്നെന്നും നന്ന് ചുരുങ്ങിയത് സഭാപിതാക്കന്മാരെങ്കിലും ഈ ദിവസം ഓർക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്.